ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. 2026 ജൂലൈ 3 മാർ തോമാസ് ലീഹായുടെ ദുഃഖ്രാന തിരുനാൾ. 9 ദിവസം നമ്മൾ ആ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഒരു നവനാള് നടത്തുകയാണ്. സാധാരണ നവനാളിൽ നിന്നും ഒരല്പം അന്തരമുള്ളതാണിത്. ഇതൊരു വചന പ്രഘോഷണമാണ്. ഈ ദിവസങ്ങളിൽ ഈ 9 ദിവസം തിരുവചനങ്ങളിലൂടെ ഒരു തിരുവചനത്തിലൂടെ വെളിപ്പെട്ട തോമാചിത്രവും ആ തോമാചിത്രത്തിലൂടെ ആവിഷ്കരിക്കപ്പെട്ട മിശിഹാ രഹസ്യവുമാണ് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെ വാക്യങ്ങൾ. അപ്പോൾ ഈ 9 ദിവസങ്ങളിലും നമ്മൾ ധ്യാനിക്കുന്നത് ഈ ഒരൊറ്റ തിരുവചന പാഠത്തെ അടിസ്ഥാനമാക്കിയാണ്. ഈ 9 ദിവസങ്ങളിലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോഴാണ് ഈ നവനാൾ വചനപ്രഘോഷണം അതിൻ്റെ പൂർണ്ണതയിലെത്തുക. പിന്നെ സാധാരണ നമ്മൾ നൊവേനയ്ക്കൊക്കെ ചെയ്യുന്നത് പോലെയുള്ള നിയോഗങ്ങളല്ല, സഭാത്മകമായ നിയോഗങ്ങളാണ് നമ്മൾ വയ്ക്കുന്നത്. ഭാരതത്തിൽ ക്രിസ്തീയ സഭ ആരംഭിച്ചത് തോമാസ് ലീഹയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്ന തോമാസ് ലീഹ. അതുകൊണ്ട് തന്നെ ഈ ദുഃഖ്രാന തിരുനാൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഭാരതസഭയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ദിവസമാണ്. അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ 9 ദിവസത്തെ വചന പ്രഘോഷണത്തിൽ പങ്കെടുക്കണമെന്നും ഇത് പരമാവധി പ്രചരിപ്പിക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ന് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ, ആദ്യത്തെ ദിവസമായതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പണ്ട് പാശ്ചാത്യവൽക്കരണമുണ്ടായ 16-ാം നൂറ്റാണ്ടിൽ അതുതന്നെ പാശ്ചാത്യ വിദേശീയരെ ചെയ്തതാണ് എന്ന് നമുക്ക് വിചാരിക്കാമായിരുന്നു. ഇപ്പോൾ നമ്മുടെ സഭയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ സഭയുടെ വിശ്വാസ പൈതൃകമോ അതിൻ്റെ വിശുദ്ധമായ പാരമ്പര്യമോ തിരിച്ചറിയാതെ, അതിൻ്റെ സമ്പത്തും മൂല്യം തിരിച്ചറിയാതെ ഈ സഭയെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ പ്രതിസന്ധിയേക്കാൾ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ, സ്വത്ത് പ്രതിസന്ധിയാണ് നമ്മൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നവനാൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കരുതണമെന്നും അതിലെ നിയോഗങ്ങൾ വളരെ ഹൃദയം തട്ടി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കണമെന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. 9 നിയോഗങ്ങളും ഞാൻ ഇന്ന് പറയാം. എന്നിട്ട് പിന്നെ നമ്മൾ ഓരോ ദിവസം ഓരോ നിയോഗങ്ങൾ എടുക്കും. സീറോ മലബാർ സഭയുടെ മെത്രാന്മാർ ആയിരിക്കുകയും എന്നാൽ പാശ്ചാത്യ ആരാധനാക്രമത്തിൻ്റെ വക്താക്കളും പ്രചാരകരും ആയി വർത്തിക്കുന്ന മെത്രാന്മാരുടെയും അച്ഛന്മാരുടെയും മാനസാന്തരത്തിന് വേണ്ടി, അതാണ് 1-ാം ദിവസത്തെ നിയോഗം. 2-ാം ദിവസം സഭയുടെ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടനകളെന്ന് വീമ്പിളയ്ക്കുകയും എന്നാൽ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി. 3, സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്നവർ മാത്രം, അതായത് അതിൻ്റെ സമ്പന്നമായ വിശ്വാസ പൈതൃകം അറിയുന്നവരും അതിൽ അഭിമാനം കൊള്ളുന്നവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും മാത്രം ഇനി അങ്ങോട്ട് മെത്രാന്മാരായി അഭിഷേകം ചെയ്യപ്പെടാൻ. 4, സീറോ മലബാർ സഭയിലായിരിക്കുകയും എന്നാൽ അതിൻ്റെ കുർബാന ചൊല്ലാതെ അതിനെതിർത്തുകൊണ്ട് മാർപ്പാപ്പയെ തന്നെ ധിക്കരിച്ചുകൊണ്ട് ശീഷ്മക്കാരായി തീർന്നിരിക്കുന്ന വിമത വൈദികരുടെയും അവരെ പിന്തുണയ്ക്കുന്ന മുന്നേറ്റക്കാരുടെയും മാരക പാപത്തിന് അറുതി വരുത്തുന്നതിനു വേണ്ടി. കൂട്ടത്തിൽ ഏകീകൃത കുർബാന ചൊല്ലുന്നവരെങ്കിലും സഭയുടെ നിയോഗം അനുസരിച്ച് ചെയ്യാതെ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നത് പോലെ കടത്ത കഴിക്കുന്ന വൈദികർക്ക് വെളിവുണ്ടാകാൻ. 5, സീറോ മലബാർ സഭയുടെ അംഗങ്ങളായിരിക്കുകയും എന്നാൽ ക്രിസ്തീയ സമുദായ ബോധമില്ലാതെ തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുകയും കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കുകയും ചെയ്യുന്ന അൽമായരുടെ മാനസാന്തരത്തിന് വേണ്ടി. സമുദായ ശാക്തീകരണത്തിന് നിലകൊള്ളാൻ വേണ്ടി. 6, ഇസ്ലാമോഫോബിയ മൂലം ക്രൈസ്തവ സഭയെ RSSന്റെ പോഷക സംഘടനയാക്കാൻ നടക്കുന്നവർ, അത്തരം സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ അല്ല ഈശോയാണ് രക്ഷകനെ അംഗീകരിച്ച് ഏറ്റുപറയുന്നതിനും ഈശോ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ആരാധനാ സമൂഹമായി ക്രിസ്തീയ സഭ രൂപാന്തരപ്പെടുന്നതിനും വേണ്ടി. 7, തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ലെന്ന് കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകൾ സത്യം തിരിച്ചറിയുന്നതിനും തോമാസ് ലീഹയുടെ ഭാരത പ്രവേശനത്തെക്കുറിച്ച് കിട്ടിയിരിക്കുന്ന അനേകം ഭൗതിക തെളിവുകൾ തുറന്ന ഹൃദയത്തോടെ പരിശോധിക്കുന്നതിനും അങ്ങനെ സത്യം തിരിച്ചറിയുന്നതിനും വേണ്ടി. 8, ഈശോയുടെ അപ്പസ്തോലനായ മാർ തോമായുടെ തിരുനാൾ ദിനങ്ങളെ മാറ്റിമറിക്കുന്നതിന്
സീറോ മലബാർ സഭയിലെ വൈദികരും പുറത്തുള്ള വൈദികരും നടത്തുന്ന ശ്രമങ്ങളിലെ കെണി തിരിച്ചറിയുന്നതിന് വേണ്ടി. 9. നമ്മുടെ കുടുംബങ്ങളിൽ സീറോ മലബാർ സഭയുടെ പൗരസ്ത്യ പൈതൃകമനുസരിച്ചുള്ള ആധ്യാത്മികത വീണ്ടെടുക്കുന്നതിന് വേണ്ടി. ഇന്ന് 1-ാം ദിവസത്തെ വചന പ്രഘോഷണം. നിയോഗം ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ മെത്രാന്മാർ ആയിരിക്കുകയും എന്നാൽ പാശ്ചാത്യ ആരാധനാക്രമത്തിന്റെ വക്താക്കളും പ്രചാരകരും ആയി വർത്തിച്ചുകൊണ്ട് ഈ സഭയെ ഒറ്റക്കൊടുക്കുകയും ചെയ്യുന്ന മെത്രാന്മാരുടെയും അച്ഛന്മാരുടെയും മാനസാന്തരത്തിന് വേണ്ടി. തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിൻ്റെയും അവളുടെ സഹോദരി മർത്തായുടെയും ഗ്രാമത്തിൽ നിന്നുള്ള ഒരുവൻ, ബഥാനിയായിലെ ലാസർ, രോഗബാധിതനായി. ഈ മറിയമാണ് കർത്താവിന് പരിമളതലം പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടയ്ക്കുകയും ചെയ്തത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു അസുഖം ബാധിച്ച് കിടപ്പിലായത്. കർത്താവെ, ഇത് അങ്ങേക്ക് പ്രിയപ്പെട്ടവൻ രോഗം ബാധിച്ച് കിടക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു. അത് കേട്ടിട്ട് യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. യേശു മർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ രോഗിയായി കിടപ്പിലാണെന്ന് കേട്ടിട്ടും യേശു ആയിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം പാർത്തു. അതിനുശേഷം അവന് ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് വീണ്ടും യഹൂദായിലേക്ക് പോകാം. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ ഭാവിക്കുകയായിരുന്നല്ലോ, നീ വീണ്ടും അവിടെ പോകുകയാണോ? യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന് വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറി വീഴുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ ഇടറി വീഴുന്നു, കാരണം അവന് വെളിച്ചമില്ല. ഇക്കാര്യങ്ങൾ അവൻ പ്രതിപാദിച്ചു. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, എങ്കിലും ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, കർത്താവെ, അവൻ ഉറങ്ങുന്നുവെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. യേശുവാകട്ടെ അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ ഉറക്കമെന്ന നിദ്രയെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിച്ഛേദിക്കാൻ ഇടയാകുമല്ലോ. എങ്കിൽ നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് പോകാം. ദീദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. ഈശോ ചെയ്ത വീര്യപ്രവൃത്തികളിലെ 7 എണ്ണമാണ് യോഹന്നാൻ വർണ്ണിക്കുന്നത്. കാനായിലെ വെള്ളം വീഞ്ഞാക്കുന്നു 2-ാമത്തെ അധ്യായത്തിൽ. ഉദ്യോഗസ്ഥന്റെ മകനെ സുഖപ്പെടുത്തുന്നു 4-ാമത്തെ അധ്യായം. ബെഥസ്ത കുളക്കരയിലെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു 5-ാം അധ്യായം. അപ്പം വർദ്ധിപ്പിക്കുന്നു 6-ാം അധ്യായം. വെള്ളത്തിന് മീതെ നടക്കുന്നു 6-ാം അധ്യായം തന്നെ. ജന്മന കുരുടനായ ഒരാളെ സുഖപ്പെടുത്തുന്നു 9-ാം അധ്യായം. പിന്നെ അവസാനത്തത് 7-ാമത്തത് മരിച്ചവരിൽ നിന്ന് ലാസറിനെ ഉയർപ്പിക്കുന്നു 11-ാം അധ്യായം. 7-ാമത്തെ അടയാളമായി ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്ന രംഗത്ത് തോമസ് ലീഹായുടെ സംഭാവന വളരെ വലുതാണ്. ഈശോ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യർക്ക് ജീവൻ നൽകാനാണ്, സമൃദ്ധമായ ജീവൻ. യോഹന്നാൻ 10:10. ജീവശാസ്ത്രപരമായ ജീവൻ അതീതമായ ആ ജീവനാണ് ഏറ്റവും വലിയ കൃപാദാനം. ജീവശാസ്ത്രപരമായ ജീവൻ അത് മരണത്തോടെ അവസാനിക്കുന്നു, പിന്നെ അത് അഴുകുന്നു. ആ മരണത്തിൻ്റെയും അഴുകലിൻ്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ, അതാണ് സമൃദ്ധമായ ജീവൻ. ദൈവം തന്നെ മനുഷ്യൻ്റെ ജീവനായി മാറുന്നതാണ് അത്. ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന അടയാളത്തിലൂടെ അത് പ്രവചനാത്മകമായി ആവിഷ്കരിച്ചിരിക്കുകയാണ്. മനുഷ്യപുത്രൻ്റെ മരിച്ചവർ ഇപ്പോൾ സമയം വരുന്നു, മനുഷ്യപുത്രൻ്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നു എന്ന് 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് അത് ആവിഷ്കരിക്കുകയാണ്. 7-ാമത്തെ അടയാളം എന്ന് പറയുന്നത് തന്നെ 7 പരിപൂർണതയുടെ സംഖ്യയാണ്. 4 ഭൂമിയുടെ സംഖ്യയായിട്ടും 3 സ്വർഗത്തിൻ്റെ സംഖ്യയായിട്ടും കണക്കാക്കപ്പെട്ടു. 4, 3, 7. അപ്പോൾ ആകാശങ്ങളും ഭൂമി എന്ന് പറഞ്ഞാൽ സകല ലോകത്തിൻ്റെയും സംഖ്യ, പൂർണ്ണതയുടെ സംഖ്യ, എല്ലാം തികവിൻ്റെ സംഖ്യയാണ് 7. ആ 7-ാമത്തെ അടയാളം നയിക്കുന്നതോ ഈ ലാസർ ഉയർപ്പിക്കുന്ന സംഭവത്തിന് ഉണ്ടായ 2 പ്രതികരണങ്ങളിൽ ഒന്ന് നിഷേധാത്മകമായിരുന്നു. ജനത്തിന് വേണ്ടി ഒരാൾ മരിക്കണം എന്ന യഹൂദ മതകോടതിയുടെ തീരുമാനം. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 45 മുതലുള്ള വാക്യങ്ങളാണ്. ഏറ്റവും വലിയ കൃപാദാനത്തിന്, വരദാനത്തിന് ലഭിക്കുന്ന പ്രതികരണം ഏറ്റവും ക്രൂരമായ അവിശ്വാസത്തിൻ്റെതാണ്. അപ്പോൾ
വലിയ അത്ഭുതം കണ്ടതുകൊണ്ട് മാത്രം ദൈവത്തിൽ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം മടിക്കുന്നത്. ഒന്ന്, അത്ഭുതം എന്ന് പറയുന്നത് വലിയൊരു കൃപയാണ്. അത് തോന്നിയ പോലെ ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമില്ല. അത് വളരെ വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്. പിന്നെ അത്ഭുതം കണ്ടതുകൊണ്ട് മാത്രം ആരും ദൈവത്തിൽ വിശ്വസിക്കുകയില്ല എന്ന ഏറ്റവും വലിയ തെളിവാണ് ലാസർ ഉയർപ്പിച്ചപ്പോൾ ലാസറിനെയും കൊല്ലുക, ഈശോയും കൊല്ലുക എന്ന തീരുമാനത്തിലേക്ക് യഹൂദ മതകോടതി എത്തുന്നത്. ശരിക്കും ജനത്തിന് വേണ്ടി, മനുഷ്യവംശത്തിൻ്റെ പാപത്തിന് വേണ്ടി ഒരുവൻ മരിക്കണം. അത് ഈ സാനഹദ്രീൻ സംഘവും മഹാപുരോഹിതനൊക്കെ പറഞ്ഞതിന് ദൈവശാസ്ത്രപരമായ അർത്ഥമുണ്ട്. ജനത്തിന് വേണ്ടി ഒരാൾ മരിക്കണം. അവർ കൊല്ലുക എന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ദൈവം തൻ്റെ പുത്രനെ അയച്ചത് മനുഷ്യർക്ക് വേണ്ടി മരിക്കാൻ തന്നെയാണ്. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനം ഇല്ലാത്തതിനാൽ മനുഷ്യർക്ക് വേണ്ടി ഒരാൾ മരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എബ്രായ ലേഖനം 9:22 പറയാണ്, രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല. അത് ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരാളുടെ രക്തമാണ്, മൃഗരക്തങ്ങളല്ല. ഉള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, യോഹന്നാൻ 5:28. ആ സമയം വരികയാണ് ലാസറിൻ്റെ കാര്യത്തിൽ. ഈ ലാസറിനെ അടക്കം ചെയ്തിട്ട് 4 ദിവസമായി. ആ ലാസറാണ് കുഴിമാടത്തിൽ നിന്നും പുറത്തേക്ക് ജീവനോടെ വരുന്നത്. ദൈവം സ്നേഹിച്ച ലോകത്തിൻ്റെ പ്രതിനിധിയായ ലാസറിനെ ഉയർപ്പിക്കുന്ന പ്രക്രിയയിൽ ഈശോ മരിക്കുകയും ചെയ്യും. മരണത്തിലൂടെ ജീവൻ എന്ന കാര്യത്തിൽ ഒരു വൈരുദ്ധ്യവും ഇല്ല. പ്രകൃതിയിൽ ദൈവം ചെയ്യുന്നതല്ലേ. നമ്മളൊരു കുരു, ഇപ്പം ചക്കക്കുരു നട്ടു, അപ്പോൾ ആ കുരു പൊട്ടിപ്പിളർന്ന് പുതിയ ജീവൻ ഉണ്ടാകുകയാണ്. പ്ലാവിൻ്റെ തൈ ഉണ്ടാവുകയല്ലേ. അപ്പോൾ ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയുന്നില്ലെങ്കിൽ പുതുജീവൻ കിളിർക്കില്ല. പ്രകൃതിയിലുള്ളതാണത് മരണത്തിലൂടെ ജീവൻ. യോഹന്നാൻ 12:24. ഈ യായിറോസിൻ്റെ മകള് മർക്കോസ് 5, നായിനിലെ വിധവയുടെ മകന് ലൂക്ക 7 എന്നിവരെ ഈശോ ഉയർപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് അവരടക്കം ചെയ്തതിന് മുൻപായിരുന്നു. ഇവിടെ മരിച്ച് കല്ലറിൽ അടക്കം ചെയ്ത ഒരാളെയാണ് ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. ലാസറിനെ അടക്കം ചെയ്തിട്ട് 4-ാം ദിവസമാണത്. ശവം അഴുകാൻ തുടങ്ങിയിരുന്നു എന്നർത്ഥം. ചുരുക്കത്തിൽ ഈശോയുടെ പുനരുത്ഥാനത്തിൽ തെളിയുന്ന ശക്തി, ജീവന്റെ മേലും മരണത്തിൻ്റെ മേലുമുള്ള ശക്തി നിഷേധിക്കാൻ പറ്റാത്ത വിധം പ്രകടമാക്കുകയാണ് ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവത്തിലൂടെ. അത്ഭുതകരമായി വീര്യപ്രതി സംഭവിക്കുന്നത് ബഥാനിയ എന്ന സ്ഥലത്ത് വെച്ചാണ്. യോഹന്നാൻ 11:1. യെറൂസലമിന് തെക്ക് കിഴക്കായി 3.5 കിലോമീറ്റർ അകലെ ഒലിവ് മലയിലാണ് ബഥാനിയ. യോഹന്നാൻ 11:18. യെറൂസലമും ബഥാനിയയും തമ്മിൽ വേർതിരിക്കുന്നത് ഒലിവ് മലയാണ്. മർക്കോസ് 11:11, 14:3. ബഥാനിയയിലെ ലാസർ എന്നാണ് മറിയത്തിൻ്റെയും മർത്തായുടെയും സഹോദരൻ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിനെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ആ പട്ടണം അറിയപ്പെടുന്നത് എൽ അസാറിയ. ലാസർ എൽ അസാറിയ എന്നാണ്. മർത്താക്ക് ഗലീലയിൽ വേറെ വീടുണ്ടായിരുന്നുവെന്ന് ലൂക്കാസ് 10:38 പറഞ്ഞിട്ടുണ്ട്. ഈശോയുടെ സ്നേഹിതനായിരുന്ന ലാസറിൻ്റെ മുഴുവൻ പേര് എലയാസർ എന്നാണ്. ഈശോയുടെ സ്നേഹിതനായിരുന്നുവെന്ന് യോഹന്നാൻ 11:5 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ലാസറിൻ്റെ മുഴുവൻ പേര് എലയാസർ. എലയാസർ എന്ന് പറഞ്ഞാൽ ദൈവം സഹായിക്കുന്നു. ദൈവം, എലയാസർ ദൈവം സഹായിക്കുന്നു എന്നാണ് അർത്ഥം. അതിന് ചുരുക്കരൂപമാണ് ലാസർ. ബഥാനിയയിലെ മറിയത്തിൻ്റെയും അവളുടെ സഹോദരി മർത്തായുടെയും നേരാങ്ങളെയാണ് ഈ ലാസർ. പീഡാനുഭവത്തിന് തൊട്ട് മുമ്പ് ഈശോയെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തത് ഈ മറിയമാണ്. പണ്ട് ഗലീലയിൽ വെച്ച് അടുക്കളയിൽ തന്നെ സഹായിക്കാൻ മറിയത്തോട് പറയണമെന്ന് ഈശോയോട് ആവശ്യപ്പെട്ടവളാണ് ഈ മറിയത്തിൻ്റെ സഹോദരി മർത്ത. ലൂക്കാസ് 10. 4-ാം സുവിശേഷത്തിലും മർത്ത യേശുവിന് ആതിഥ്യം വരളാനുള്ള തിരക്കിലാണ്. യോഹന്നാൻ 12:2. മറിയമാകട്ടെ ഈശോ എന്ന ആളിൽ മനസ്സിരുത്തുന്നു. യോഹന്നാൻ 12:3. എന്നാൽ നേരാങ്ങളയുടെ കാര്യം വന്നപ്പോൾ രണ്ടുപേരും ചേർന്ന് ഈശോയെ അക്കാര്യം അറിയിക്കുന്നു. നിനക്ക് പ്രിയപ്പെട്ടവൻ രോഗിയായിരിക്കുന്നു. പിന്നെ പറഞ്ഞു, നിനക്ക് പ്രിയപ്പെട്ടവൻ മരിച്ചു പോയിരിക്കുന്നു. തോമാസ്ലിഹ ഈ രംഗത്തിനൊക്കെ ഇതിനെല്ലാം സാക്ഷിയായ ആളാണ്. മറിയത്തിൻ്റെയും മർത്തായുടെയും പിന്നെ ലാസറിന് വന്ന അതിൻ്റെയൊക്കെ ആ സംഭവത്തോട് ഏറ്റവും അധികം നല്ല രീതിയിൽ പ്രതികരിച്ചത് തോമാസ്ലിഹയാണ്. മറ്റുള്ളവരൊക്കെ പോകണ്ട എന്ന് ഈശോയോട് പറഞ്ഞപ്പോൾ തോമാസ്ലിഹ പറഞ്ഞു, അതല്ല, ഈ മർത്തായുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും കാര്യത്തിൽ നമ്മൾ പോകണം. നമുക്ക് മരിക്കേണ്ടി വന്നാലും ജീവിക്കേണ്ടി വന്നാലും നമ്മൾ പോയേ പറ്റൂ. അപ്പോൾ ഒരു രോഗം വന്ന വീട്ടിൽ, മരണം സംഭവിച്ച വീട്ടിൽ അവരുടെ എല്ലാ വേദനകളിലും പങ്കെടുക്കാനായിട്ട് തയ്യാറായി, ജീവൻ പോലും കളയാൻ തയ്യാറായിട്ട് വന്ന തോമാസ്ലിഹയല്ലേ ഈ ലോകത്തെ മനുഷ്യരുടെ വേദനകൾ ദൈവം തിരിച്ചറിയുന്ന പോലെ തിരിച്ചറിഞ്ഞത്? നമുക്കിതൊരു വലിയൊരു പാഠമാണ്.
ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ദുഃഖാന തിരുനാളിൽ നമുക്ക് പങ്കെടുക്കാം. മറ്റുള്ളവരുടെ വേദനകൾ തിരിച്ചറിയാനും പ്രാണം കൊടുത്തും അവരോടൊപ്പം നിൽക്കാനും അവരെ സഹായിക്കാനും ഒക്കെ നമുക്ക് ഒരു പ്രചോദനമാണ് തോമാസ് ലീഗ. നമുക്ക് ആ പ്രചോദനം ഉൾക്കൊള്ളാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്തവണ പ്രയോഗത്തിൽ വരുത്താനായിട്ട് നമ്മൾ സുഹൃതയവും സുഹൃത പ്രവൃത്തികൾ, ഒരു സുഹൃത പ്രവൃത്തി, നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് തോമാട് സിംഹാസനം എന്നൊരു പുസ്തകം ഉണ്ട്. തോമാട് സിംഹാസനം ആളൊരു ബിബ്ലിയയിൽ കിട്ടും. ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി വായിക്കുക. പണം അനുവദിക്കുമെങ്കിൽ, അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു കോപ്പി വാങ്ങിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ വികാരിയച്ഛനോ ആർക്കെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ സമ്മാനമായി കൊടുക്കുക. ഇത്തവണ ദുഃഖാന തിരുനാളിന് ചെറിയൊരു പ്രായശ്ചിത്തമല്ല, നമ്മുടെ വയസ്സിൽ ഒരു സാക്രിഫൈസ്, ഒരല്പം പണം ഇതിനു വേണ്ടി ചെലവഴിക്കുക. തോമാസ് ലീഗയെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാനായിട്ടുള്ള ഈ പുസ്തകം ഒരു കോപ്പി വായിക്കുക. പണം കുറച്ച് മിച്ചമുണ്ടെങ്കിൽ, ഈ തിരുനാളിന് കുറച്ച് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പൈസ കുറച്ചിട്ട് ഈ ഒരു പുസ്തകം വാങ്ങിച്ച് ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വിതരണം ചെയ്യുക. അതാണ് സുഹൃത പ്രവൃത്തിയായിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത്. സുഹൃത ജപം, ഈശോയോട് അവൻ്റെ മുഖത്ത് നോക്കി തോമാസ് ലീഗയോടൊപ്പം പറയുക, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ സുഹൃത ജപം ഇന്ന് പല ആവർത്തിച്ച് ചൊല്ലുക. ഈശോയോട് അവൻ്റെ മുഖത്ത് നോക്കി തോമാസ് ലീഗ പറഞ്ഞതുപോലെ തോമാസ് ലീഗയോട് ചേർന്ന് പറയുക, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.